പിരിയാന്ന് പറഞ്ഞുള്ള ഭീഷണി. ആദ്യം ഇങ്ങനെ പലതും പറയും, പിന്നെ പിന്നെ അത് ശരിയായിക്കൊള്ളും. എനിക്ക് പ്രതീക്ഷയില്ല. പഴയതിനേക്കാളും എന്നോടുള്ള ദേഷ്യം കൂടിയിട്ടുണ്ടെന്ന എന്റെ തോന്നൽ. അതിന് നീ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഏട്ടൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ഞാനും കൂടി ചേർന്ന ഈ ചതി നടത്തിയതെന്ന ഏട്ടൻ വിചാരിക്കുന്ന. സത്യത്തിൽ എല്ലാവരും കൂടി എന്നെയാ ചതിച്ചത്. ഇതിലും ഭേദം മരിക്കുന്നതായിരുന്നു. അങ്ങനൊന്നും ചിന്തിക്കാതെ മോളെ, എല്ലാത്തിനും മേളിൽ നിൽക്കേണ്ടത് ജീവിതം തന്നെയാണ്. ഭാഗ്യവശാല നിനക്കുണ്ട്. ഇനി വേണ്ടത് നീലിന് അംഗീകാരമാ, അതും കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും നീ സങ്കടപ്പെടേണ്ടി വരില്ല. അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന കയറിക്കിടക്കാനൊരു വീടില്ലല്ലോ എന്നുള്ള സങ്കടവും നിനക്ക് വേണ്ട. നിനക്കിവിടെ കഴിയാം. ഇവിടുന്ന് ആരും നിന്നെ ഇറക്കി വിടാൻ പോകുന്നില്ല. അങ്ങനൊരു ജീവിതമല്ല ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏട്ടനെ പിരിയാൻ വയ്യ. ഈ താലി ഇതൊരിക്കലും എന്റെ കഴുത്തിൽ നിന്ന് പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത്ര പെട്ടെന്നൊന്നും അത് പറിച്ചെറിയാൻ അവന് പറ്റില്ല. ഈ നാട്ടില് നിയമം കോടതി കൊണ്ടല്ലോ. അതെ, നീ ധൈര്യമായിട്ടിരിക്കെ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേടി, നീൽ എന്നെ തീരെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഞാൻ മോൻ സംസാരിക്കായിരുന്നു. ആര് സംസാരിച്ചതുകൊണ്ടും പ്രയോജനമില്ല. വല്ലാത്തൊരു ഭാഷയില ഏട്ടൻ. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ദൈവം എന്നോട് മാത്രം ഈ ക്രൂരത കാണിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ശിക്ഷിച്ചിട്ട് മതിയായില്ലേ ദൈവങ്ങൾക്ക്? വിഷമിക്കണ്ട, എന്തെങ്കിലും വഴി നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് വഴി? ഇനി എന്റെ മുമ്പിലുള്ളത് പെരുവഴിയാ. അന്ന് അമ്മമ്മ മരിച്ചപ്പോ എല്ലാവരും കൂടി എന്നെ ഇറക്കി വിട്ട അതേ പെരുവഴി. ഒന്ന് ഞാൻ പറയാം, ഏട്ടൻ എന്നെ ഉപേക്ഷിച്ച ആർക്കും ഭാരമായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നീ വെറുതെ മണ്ടത്തരം പറയല്ലേ? മണ്ടത്തരമായിരിക്കും, പക്ഷെ ഞാനത് ചെയ്യും. എനിക്ക് പിന്നെ ജീവിക്കണ്ട. നീ ഇപ്പൊ സംസാരിക്കുന്ന ഒരു ഭീരുവിനെ പോലെയാ. എടി, അവസാനിപ്പിക്കാനാണ് എത്ര എളുപ്പമാ. അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ഈ കുഴപ്പത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നീലിന് നിന്നെ പിരിയാൻ പറ്റില്ലെന്ന് തന്നെയാ. ഒന്നും കാണാതെ നാരായൺജി ബന്ധത്തിന് സംഭവിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാ. അങ്ങേര് ഒരു ദിവ്യനായ ആളല്ലേ. അദ്ദേഹം ചില കണക്കൂട്ടലൊക്കെ നടത്തി കാണും. അദ്ദേഹം നടത്തിയാലും ഇല്ലെങ്കിലും ദൈവത്തിനൊരു തീരുമാനം ഉണ്ടായിരിക്കുമല്ലോ. അത് നിനക്ക് അനുകൂലമായിരിക്കും. നിങ്ങൾ പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോ എന്തുമാത്രം സന്തോഷം തോന്നുന്നുണ്ടെന്നറിയോ? പക്ഷെ എനിക്കറിയാം ഇതൊന്നും അല്ല നടക്കാൻ പോകുന്നതെന്ന്.